فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. ഓരോ ശരീരത്തിനും ഓരോ ആത്മാവിനും അല്ലാഹു ഒരു സമയം കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയ സമയമെത്തുമ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ കൂട്ടത്തിൽ ഭർത്താവ് മരണപ്പെട്ടു പോയവര് നമ്മുടെ കൂടെയുണ്ടാകുമല്ലോ, മക്കള് മരിച്ചുപോയവരുണ്ടാകുമല്ലോ, ആങ്ങളമാരും പെങ്ങന്മാരും ഭാര്യമാരും വിട പറഞ്ഞു പോയവരുണ്ടാകുമല്ലോ. നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് മോഹങ്ങളും നമ്മുടെ ദാമ്പത്യ ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവുമായിട്ട് നമ്മളെ കടിച്ചുകൂട്ടുമ്പോ സ്വപ്നത്തു പോലും വിചാരിക്കാത്ത രൂപത്തിലുള്ള മരണങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുമ്പോ അറിയില്ല പ്രിയപ്പെട്ടവരെ, കടിയില്ല, തടുക്കാൻ കടിയില്ല. ലോകത്തെ ഏതിനെയും നേരിടാനുള്ള എന്ത് കരുത്തും എന്ത് ശക്തിയും ഈ ലോകത്തുണ്ടായാലും അല്ലാഹു ഓരോ ശരീരത്തിനും കണക്കാക്കിയിട്ടുള്ള അവധിയങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും ഒരു യുക്തിക്കും ഒന്നിനെയും തടുക്കാൻ കഴിയില്ല. ഈ മരണത്തെ തടുക്കാൻ കഴിയില്ല. അത് ചോദിച്ചിട്ടല്ല വരുന്നത്, അന്വേഷിച്ചിട്ടല്ല വരുന്നത്, അഭിപ്രായം ചോദിച്ചിട്ടല്ല വരുന്നത്, അനുവാദത്തോടെയല്ല പിടികൂടുന്നത്. റബ്ബിന്റെ ഒരു നിശ്ചയമുണ്ട്. ആ സമയമാകുമ്പോ അവിടെ പ്രായപരിധിയില്ല, അംഗബലം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ആൾഫലം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതെങ്കിലും ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പവർ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ മരണത്തിന്റെ വടിയിൽ നിന്ന് ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്നൊരു യാത്ര നമുക്കുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെന്ന് മാത്രമല്ല, ഈ ആകാശത്തിന് ചുവടയായിട്ട് ഭൂമിക്ക് മുകളിലായിട്ടെന്ന് മാത്രമല്ല, മനുഷ്യ വിഭാഗത്തിന് മാത്രമല്ല, അതേപോലെ തന്നെ മൃഗങ്ങൾക്ക് മാത്രമല്ല, പക്ഷികൾക്ക് മാത്രമല്ല, വൃക്ഷങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളാണെന്ന് പറയുന്ന ജിന്ന് വിഭാഗമായാലും മലക്കുകളായാലും മനുഷ്യരായാലും മൃഗങ്ങളായാലും മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് എല്ലാവരെയും കൊണ്ടുപോയി നിർത്തുന്ന ഒരു ലോകമുണ്ട്. അതിലേറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മനുഷ്യരാകുന്ന നാമ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിതം നമുക്കിവിടെ തന്നു. എല്ലാ സൗഭാഗ്യവും ഒരുക്കി തന്ന ഒരു ജീവിതം. എന്തിനും നമ്മൾക്ക് ഏത് കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാനും ഏത് മേഖലയിൽ വിശ്വസിക്കാനും ഏത് കർമ്മരീതിയിൽ നിരതരാകാനും ഉള്ള വഴികൾക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷണശാലയായി ദുനിയാവിനെ അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ട് ഇവിടെ നിന്നുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ള രണ്ടാമത്തെ ഘട്ടമാകുന്ന ബർസഖിയായ ഖബറാകുന്ന കല്ലറയിലേക്ക് നമ്മൾ ചെല്ലുമ്പോ മുക്കോലയിലുള്ള പരിശുദ്ധമായ മജ്ലിസ് നൂറിന്റെ സമാപന വേദിയിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും അറിയണേ, ഇന്ന് രാവിലെ നാം കിടക്കേണ്ടുന്ന മണ്ണ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ നമ്മളോട് നമ്മളെ ചെന്ന് കിടക്കേണ്ടുന്ന കല്ലറ നമ്മളോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് നമ്മളോട് പറഞ്ഞു തന്നതാ. ഓരോ സത്യവിശ്വാസിയുടെയും കർണപുടങ്ങളിലേക്ക് അവൻ ചെന്ന് ചേരേണ്ടുന്ന മണ്ണ് ഓരോ ദിവസവും അവനോട് സൂചനകൾ നൽകിയിട്ടുണ്ട്. ഓരോ ഉണർവുകൾ അവനിക്ക് നൽകിയിട്ടുണ്ട്. ഖബർ അവനോട് സംസാരിച്ചിട്ടുണ്ട്. എന്താ അവനോട് ഖബർ പറഞ്ഞിട്ടുള്ളത്? അന ബൈത്തു തുറാബ് അന ബൈത്തു أنا بيت الوحدة أنا بيت الغربة ഞാൻ മണ്ണിന്റെ വീടാ, ഞാൻ
മണ്ണിന്റെ വീടാ. അറിയണേ, രണ്ടു ഭാഗത്തും മനോഹരമായ മദ്രസ ബിൽഡിങ്ങിന്റെ നടുക്ക് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, മണ്ണ് എന്താണെന്ന് ഇവിടെ കാണാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഇന്റർലോക്ക് ചെയ്ത സ്ഥലമാ. ഓരോ ആളുകളുടെയും വീടിന്റെ ഉള്ളറകളിലേക്ക് അല്ലെങ്കിൽ അവനവന്റെ ഗേറ്റ് തുറന്നിട്ട് അവനവന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ചെരുപ്പ് പുറത്തഴിച്ചു വെച്ചിട്ട് നടക്കാൻ പര്യാപ്തമാകുന്ന പാകമാകുന്ന അത്രയും വൃത്തിയുള്ള തോതില് അവിടെയെല്ലാം ഇന്റർലോക്കുകളെ കൊണ്ട് മനോഹരമാക്കിയപ്പോ ലക്ഷങ്ങളും കോടികളും വില വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൈൽസും മാർബിളും ഗ്രാനൈറ്റും കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടുകളെ നമ്മൾ മനോഹരിതമാക്കുമ്പോ അവിടെയെല്ലാം ഒന്ന് ചളിയുണ്ടായാൽ, മണ്ണ് കണ്ടാൽ നമ്മൾക്ക് വല്ലാത്ത ടെൻഷനാണ്. ഈ ചുമരിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ചളി കണ്ടാൽ, നമ്മുടെ വീടിന്റെ ചുമരിന്റെ മതിലിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും മണ്ണ് കണ്ടാൽ നമ്മളതിനെ തുടച്ചു വൃത്തിയാക്കുന്നു. നമ്മുടെ റൂമുകൾ അടിച്ചു വാരുന്നു, നമ്മുടെ വീടുകൾ അടിച്ചു വാരുന്നു. ജനലിന്റെ ഭാഗത്തുള്ള ചെറിയ ചെറിയ പൊടികൾ പോലും അവിടെ കിടക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമല്ല. ഇത്രത്തോളം മണ്ണുകളെ കൊണ്ട് നമ്മുടെ വീടുകളെ സംരക്ഷിച്ചിട്ടുള്ള, മണ്ണിനെ കൊണ്ട് നമ്മുടെ വീടുകളെയും നമ്മുടെ മണിയറയും സംരക്ഷിച്ചിട്ടുള്ള ഈ വീട്ടിൽ നിന്ന്, മണ്ണറയിൽ, നമ്മുടെ മണിയറയിൽ നിന്ന് കടന്നു ചെല്ലുന്നത് എവിടേക്കാ? ആരംഭപ്പൂവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഉമ്മത്തിനോടത് പഠിപ്പിച്ചിട്ടുണ്ട്. പച്ചമണ്ണിലേക്ക് നിന്റെ കവിൾ തടത്തെ ചേർത്ത് വെക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട് മോനെ. അതിനു മുമ്പേ നിന്റെ ഖബർ നിന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അനബൈതു തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാ, ഞാൻ മണ്ണിന്റെ വീടാ. അനബൈതുൽ വഹദാ, ഇവിടെ കൂട്ടിന് ആശ്വാസത്തിന് ഉമ്മയുണ്ട്, സമാധാനത്തിന് ഉപ്പയുണ്ട്, ഏതേത് നേട്ടങ്ങൾക്കും ഗുണത്തിനും സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പ്രിയപ്പെട്ടവരെ കൂട്ടുകാരുണ്ട്, ചങ്ങാതിമാരുണ്ട്. എന്നാൽ അല്ലാഹു നിനക്ക് വിധിച്ചിട്ടുള്ള വിധിയോടെ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അങ്ങ് ഊരിക്കൊണ്ടുപോയാ അവിടെ പിന്നെ ഇതാ ആളുകളെടുത്ത് താങ്ങിയെടുത്ത് കൊണ്ടുപോയിട്ട് നിന്നെ 6 അടി മണ്ണിലേക്ക് എടുത്തു വെച്ചിട്ട്, മൂടുകല്ലെടുത്തു വെച്ചിട്ട്, ചെറിയ ചെറിയ പഴുതുകൾ പോലും ഖബറിന്റെ ഉള്ളറയിലേക്ക് മണ്ണ് വീഴാനും മണൽ വീഴാനും സാധ്യതയുണ്ട് എങ്കിൽ ആ പഴുതുകളും ആ ഓൾസുകളെല്ലാം അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നു. ആളുകൾ പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. അതും ചൊല്ലിയിട്ട് ആളുകളെ മണ്ണ് വാരി ഇട്ടിട്ട് അവിടെ നിന്ന് മറമാടിക്കഴിഞ്ഞ കൂടെ അതുവരെയുണ്ടായ ചങ്ങാതിക്ക് നിന്റെ ഖബറിന്റെ അകത്തേക്ക് കയറാൻ അനുവാദമില്ല, ഉപ്പാക്ക് കൂടെ വരാൻ അനുവാദമില്ല, സഹോദരൻ അനുവാദമില്ല, സഹോദരിമാർക്ക് അനുവാദമില്ല, ഭർത്താവിന് അനുവാദമില്ല. എന്തിനും ഏതിനും ഏത് കാര്യങ്ങൾക്കും എല്ലാ ആവശ്യത്തിനും വിളിക്കുമ്പോ ഓടി വന്നിരുന്ന എത്ര വലിയ ഫ്രണ്ട്സ് ആയാലും നിങ്ങളെ മരിച്ചിട്ട് മണ്ണറയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ എടുത്തു വെച്ചാൽ അനബൈതുൽ വഹദാ, അവിടെ ഏകാന്തമായിട്ടുള്ള വീടാണ്, ഏകാന്തമായിട്ടുള്ള വീടാ. ഇല്ല കൂട്ടരെ, പരിശുദ്ധ റസൂല് വീണ്ടും വിളിച്ചു പറഞ്ഞു, ഓരോ ആളുകളോടും ചെന്ന് ചേരുന്ന ഖബർ സംസാരിച്ചിട്ടുണ്ട്. അനബൈതുദ്ദൂദ്, മോനെ ഞാൻ പുഴുവുള്ള വീടാ. എത്ര
മനോഹരമായിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. കുളിച്ചത് കൊണ്ട് മാത്രം നമ്മൾ അത്രമാത്രം ഫ്രഷായി എന്ന് പറയാൻ പറ്റണില്ല. ബോഡി സ്പ്രേ നമ്മൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ മറ്റുള്ള സുഗന്ധവും നമ്മൾ പൂശിയിട്ടാണ് ഇറങ്ങുന്നത്. നല്ല മനോഹരമായ ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെയെല്ലാം ഓരോ ആളുകളും നോക്കിയിട്ട് അഭിപ്രായം പറയുന്നു. അതേ, ഭാര്യന്റെ എല്ലാ ആവശ്യം ചെയ്തു കൊടുക്കാൻ ഭർത്താവുണ്ട്, മക്കളുടെ എല്ലാ ആവശ്യവും ചെയ്തു കൊടുക്കാൻ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. അതേപോലെ തന്നെ ചങ്ങാതിമാരുടെ മറ്റുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവതികളെ, യുവത്വത്തിന്റെ ചോരത്തിളപ്പുള്ള പ്രസരിപ്പുള്ള സമയത്ത് അറിയണേ പെങ്ങളെ, ഇന്നലകളിൽ കടന്നു വന്ന മനസ്സിലേക്ക് എന്തെങ്കിലും ഇത്തിരി ആനന്ദം തരുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ മുഖം നോക്കി പല്ലടിച്ച് പുഞ്ചിരിച്ച് അവന്റെ മനസ്സ് കൈമാറിയിട്ട് ജീവന തുല്യം നിങ്ങളെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പാതിരാവിന്റെ മറവിൽ കുടുംബത്തെ പോലും മറന്നിട്ട് കാമുകന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്ന പെങ്ങളെ, അറിയണേ, അല്ലാഹു നിനക്കൊക്കെ വിധിച്ചിട്ടുള്ള വിധിയോടെ ഖബറാകുന്ന കല്ലറയിലെത്തിയ അവിടെ ഇല്ല മോളെ, കൂട്ടിനായിട്ടൊരു കാമുകൻ വരുന്നില്ല, കൂട്ടിന് ഭർത്താവില്ല. അവിടെ വരുന്നതാരാണ്? അനബൈത്തുദ്ദൂദ്, നിന്റെ ചാര വരുന്നത് പുഴുക്കളാണ്, പുഴുക്കളാണ്, പുഴുക്കളാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. തീർന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ലോകത്തഥവാ ബർസഖിയായ ലോകമെന്നുള്ളത്, ഖബറാകുന്ന ഈ കല്ലറ, ഇവിടെയും നമ്മൾ ശാശ്വതമായി കിടക്കുന്നവരല്ല, കാലാകാലം അവിടെ നമ്മളെ കിടക്കേണ്ടവരല്ല. അവിടെ നിന്നൊരു യാത്ര നമുക്ക് പോകാനുണ്ടേ. ഈ ലോകം വിട്ടൊരു നാൾ നമ്മൾ പോകണം, മഹ്ശറമുറ്റത്തൊരു നാൾ നമ്മൾ കൂടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന മഹ്ശറ ലോകമെന്നുള്ളത്, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയങ്ങളെ കണക്കാക്കുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ يعمل مثقال ذرة شرا يره. ഒരു നന്മയെങ്ങാനും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണേ പെങ്ങളെ, സഹോദരങ്ങളെ, സന്തോഷിച്ചോ. മുക്കോലയിൽ ഒരു മജ്ലിസുൻ നൂറാണ് വന്നിട്ടുള്ളത്. പരിശുദ്ധരായ സ്വഹാബുൽ ബദരീങ്ങൾ, യാ അല്ലാഹ്, അവരെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കില്ലല്ലോ. ബദരീങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം നമുക്കില്ലല്ലോ. അവരൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചവരല്ലേ. അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചതല്ലേ. ആ വഴിയെ തേടാനും ആ വഴിയെ സഞ്ചരിക്കാനും ആഗ്രഹിക്കേണ്ടവരല്ലേ. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്. ബദരീങ്ങളെ പറ്റി പറയുന്ന സദസ്സിൽ എനിക്ക് ചെല്ലണം, അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എനിക്ക് സ്വലാത്ത് ചെല്ലണം, ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു സദസ്സിലേക്ക് ഞാൻ എന്ത് ത്യാഗവും സഹിച്ചിട്ട് കടന്നു വരുമെന്നുള്ള ചെറിയ ഒരു നന്മയുടെ ചിന്ത പോലും നിങ്ങളുടെ ഖൽബിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നന്മകളായി അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാ. എന്തെങ്കിലും ചെറിയ തിന്മകള് ചിലപ്പോ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള അവയവങ്ങൾ കൊണ്ട് ചെയ്തതാകാം. പ്രിയപ്പെട്ടവരെ, ആ തിന്മകളെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുന്നൊരു ദിവസം വരാനുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനോട് അവസ്ഥയെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിനോട് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫഖതു ഫഇദാഹും ഖിയാമുൻ യൻളുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് മൂന്നാമതായി സൂറന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി പറയുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂന്നാമതായി സൂറന്ന കാഹളത്തിൽ ഊതിയാൽ അവിടെ ഇതാ ആളുകൾ അവരവരുടെ പ്രവർത്തനത്തിനനുസരിച്ചുകൊണ്ട് പല രീതിയിലൂടെയും മഹ്ശറയിലേക്ക് കടന്നു വരികയാ. ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചു. അക്കൂട്ടത്തിൽ കയ്യും കാലുമില്ലാത്തവരുണ്ട്, മറ്റുള്ള അവയവങ്ങൾക്ക് പ്രശ്നം പറ്റിയവരുണ്ട്. അതേപോലെ തന്നെ പല ആളുകൾ കണ്ടാൽ വേദനിക്കുന്ന പല രീതിയിലും കോലത്തിലുമാണ് ആളുകൾ മഹ്ശറയിലേക്ക് വരുന്നത്. വേച്ചു നടന്നു വരുന്നവരുണ്ട്, സാധാരണ നടന്നു വരുന്നവരുണ്ട്, ഓടിക്കൊണ്ടേ ഇരിക്കുന്നവരുണ്ട്. മഹ്ശറയിലേക്ക് വാഹനത്തിന് മുകളിൽ കയറി വരുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഖം കുത്തിയിട്ട് ചില ആളുകൾ മഹ്ശറയിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ആളുകൾ നന്മ ചെയ്തതിനനുസരിച്ചിട്ട് നല്ല രൂപത്തിലും തിന്മ ചെയ്തതിനനുസരിച്ചിട്ട് അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ നിന്ദ്യമായ നികൃഷ്ടമായ രൂപത്തിലും ആളുകളെ മഹ്ശറയിലേക്ക് ക്ഷണിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ ഓരോ മനുഷ്യന്റെയും ജീവിതം എങ്ങനെയാണോ ആ ജീവിതത്തെ നോക്കാൻ അല്ലാഹു രണ്ട് മലക്കുകളെ ഏൽപ്പിച്ചിട്ടില്ലേ? ആ മലക്കുകൾ നമ്മളിങ്ങനെ തെളിച്ചു കൊണ്ടുപോകും. മഹ്ശറയിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകള് അവർ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട് മരണം വരെ മാത്രമല്ല അവർ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. മരിച്ചു കഴിഞ്ഞാലും മലായികകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഗുണത്തിന് ദുആ ചെയ്യുന്നുണ്ട്, ദോഷത്തിന് ദുആ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ദീനത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മലായികകൾ ആരായി മലക്കുകള്? മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അലൈഹിമസ്സലാം. ഈ രണ്ട് മലക്കുകളും നമ്മൾ മരിക്കലോടുകൂടെ തന്നെ അവരങ്ങ് ഒഴിവാണില്ല. നമ്മുടെ മഹ്ശറയിലേക്ക് എത്തിച്ചിട്ട് എവിടെന്നാണോ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞത് ആ റബ്ബിന്റെ കരങ്ങളിലേക്ക് നമ്മളെ അങ്ങ് ഏൽപ്പിച്ചിട്ടേ അവർക്ക് സമാധാനമുള്ളൂ, ഏൽപ്പിച്ചിട്ടേ അവർ നമ്മളിൽ നിന്ന് പിരിയുള്ളൂ. കേൾക്കണേ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. ഈ മലക്കുകൾ നമ്മൾ മരിച്ച് ഖബറിലെത്തിയാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഖബറിന്റെ ചാര നിന്ന് മലക്കുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഗുണത്തിന് ദുആ ചെയ്യുന്നുണ്ട്, ദോഷമായിട്ടും ദുആ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ട് ഉപകാരമുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾക്ക് അദാബുമുണ്ട്. പരിശുദ്ധ ദീൻ നമ്മളോട് പഠിപ്പിക്കും. എന്തിന്റെ പേരിലാണ്? മലായികകൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ, ഇവനെ ഞങ്ങളുടെ കൈകളിൽ നീ നോക്കാൻ വേണ്ടിയിട്ട്, നന്മ തിന്മകൾ എഴുതാൻ വേണ്ടിയിട്ട്, ഇവന്റെ സർവ്വ പ്രവർത്തനങ്ങളും എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചതാണല്ലോ അല്ലാഹ്.
ചിലയിടങ്ങളിൽ ഇവൻ ഞങ്ങൾക്ക് തടസ്സമായിട്ടുണ്ട് അല്ലാ. മലായികകൾ ചില ആളുകൾക്ക് ഖബറിന്റെ അരികെ വന്നിട്ട് കേടായിട്ട് ദുആ ചെയ്യും. റഖീബും അതീദും അലൈഹിം അസ്സലാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ട് സന്ദർഭം നിങ്ങൾ സൂക്ഷിക്കണം. രണ്ട് സന്ദർഭം അവിടെ മലായികങ്ങൾക്ക് ഈ റഖീബിനും അതീദിനും പ്രവേശനമില്ല. റഖീബിനും അതീദിനും പ്രവേശനമില്ലാത്ത രണ്ട് സ്ഥലമുണ്ട്, രണ്ട് സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ നമ്മൾ ഭയപ്പെടണം. അവർ നാളെ നമുക്കെതിരായിട്ട് പറഞ്ഞേക്കാം. ഏതാ ഈ രണ്ട് സന്ദർഭം എന്നറിയുമോ? റഖീബും അതീദും പ്രവേശിക്കാത്ത രണ്ട് സന്ദർഭം, രണ്ട് സ്ഥലമുണ്ട്. ഏതാ രണ്ട് സ്ഥലം എന്നറിയുമോ? ഏതൊരു മനുഷ്യനും പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ അവന്റെ കൂടെ റഖീബും അതീദുമുണ്ട്. ബാത്റൂമിന്റെ അകത്തേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ റഖീബും അതീദും അവന്റെ കൂടെ ഉണ്ടാവൂല. അവരെ മാറി നിന്ന് കേൾക്കണേ, നല്ലോണം കേട്ടോ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മലായികകൾ അനുകൂലമായി ദുആ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ രൂപത്തിൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാത്റൂമിന്റെ അടുത്തെത്തിയാൽ അതിനങ്ങോട്ട് നമ്മൾ കടന്നുപോയാൽ അവിടെ നിന്ന് അങ്ങോട്ട് റഖീബിനും അതീദിനും പ്രവേശനമില്ല. എന്നാൽ ആ ബാത്റൂമിൽ വെച്ച് ആരെങ്കിലും സംസാരിച്ചാൽ, ബാത്റൂമിൽ മിണ്ടിയാൽ, ആ മിണ്ടിയ ആളുകളും മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിന്റെ ചാര വന്നിട്ട് മലായികകൾ അല്ലാഹുവിനോട് പരാതി പറയും. പടച്ചോനെ, ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ചിട്ട് ഇവൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ ബുദ്ധിമുട്ടാക്കിയതാണ്, ഞങ്ങൾക്കതിൽ വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് നീ ഇവരെ ശിക്ഷിക്കണേ അല്ലാ. റഖീബും അതീദും അവന് കേടായി ദുആ ചെയ്യുന്നതാ. ബാത്റൂമിൽ സംസാരിച്ചവർക്ക് കേടായിട്ടവർ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു ബോധം തരട്ടെ. പടച്ചോൻ ശ്രദ്ധിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് എത്ര പേരുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നത്? പോയി നമ്മുടെയൊക്കെ കീശയിൽ മൊബൈൽ ഇട്ടിട്ട് ബാത്റൂമിന്റെ അകത്തേക്ക്, പള്ളി ആകട്ടെ എവിടെ ആയിക്കോട്ടെ, അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ കോള് വന്നാൽ തന്നെ നമ്മൾ അവിടുന്ന് എടുത്തിട്ട് അടിച്ചു വർത്താനം പറയും. സലാം വരെ മടക്കും. ഒരു പ്രശ്നവും ഇല്ല. ഇൻഷാ അല്ലാഹും പറയും, എല്ലാം പറയും. ചിലപ്പോ പൊരയിലാണെങ്കിൽ ഓള് പറയും, ആ കോള് ഇരുന്നുണ്ട്, ഇങ്ങോട്ട് എടുത്തു കൊണ്ടെന്നേന്ന്. ഓൻ കുളിക്കാ തോർത്തെടുത്തിട്ടാ ഉള്ളത്. അപ്പം തോർത്തോടു കൂടി ബാത്റൂമിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ഓളങ്ങ് ഫോൺ കൊടുത്തു. ഓനങ്ങ് വാങ്ങിയിട്ട് അടിച്ച് വർത്താനം പറഞ്ഞു, എടാ ഞാൻ ഇപ്പൊ ബാത്റൂമിലുള്ള കുളിക്കുന്നേ ഉള്ള, പിന്നെ വിളിക്കാം. അതോളെ കൊണ്ട് പറയിപ്പിച്ചാ പോരെ, അല്ലെങ്കിൽ എടുക്കാണ്ടെന്നാ പോരെ. ബാത്റൂമിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, അതേ നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളെ ഖബറിലെത്തിയാൽ നിങ്ങൾക്കെതിരായിട്ട് മലക്കുകൾ ദുആ ചെയ്യുന്നതാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ കാര്യം എവിടെയാ? അവിടെയും ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയമാണ് പരിശുദ്ധ ദീന പഠിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നത് വരെ അവരുടെ കൂടെ റഖീബും അതീദുമുണ്ട്. ബന്ധപ്പെടുന്ന സമയത്ത് റഖീബും അതീദും മാറി നിൽക്കുന്നു. ആ സമയത്ത് ഭാര്യയും ഭർത്താവും സംസാരിക്കാൻ പാടില്ല. ഇണചേരുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാര് സംസാരിച്ചാൽ അവരെ മരണപ്പെട്ട് അവരെ കൊണ്ടുപോയി ഖബറടക്കിയാൽ അവർക്കെതിരായിട്ട് ഈ റഖീബും അതീദും ദുആ ചെയ്യുന്നതാ. സഹോദരങ്ങളെ, സൂക്ഷിക്കേണ്ട വിഷയമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇതത്ര വലിയ ഗൗരവമായിട്ടെടുത്തു കാണില്ല. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ വലിയ നഷ്ടമാ. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോ, അവിടെ കടന്നു ചെല്ലുമ്പോ ഇവിടത്തെ പോലെ കൈക്കൂലി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ആർക്കും ആരെയും പരിചയമില്ലാത്തതുപോലെ ഉപ്പാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് ഉപ്പയെയും ഉമ്മയെയും വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വേണ്ട, സഹോദര സഹോദരിമാർക്ക് പരിചയമില്ല. അവിടെ എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രമാ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ
ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. പരിശുദ്ധമായ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. അവിടെ ഒരു മക്കളോ സന്താനങ്ങളോ അതേപോലെ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളോ മറ്റു കുടുംബാംഗങ്ങളോ ഒന്നും തന്നെ ഉപകാരപ്പെടുകയില്ല. പിന്നെ ആർക്കാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. പരിശുദ്ധ ദീന നമ്മളോട് പറയുകയാ, ഖൽബ് നന്നാക്കിയ ആളുകൾക്ക് മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഹൃദയം നന്നാക്കിയവർക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഹൃദയ ശുദ്ധീകരണം വരുത്തിയ ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ മഹ്ശറ ലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പഠിപ്പിക്കുകയാ. 120ഓളം സഫുകളായിട്ടാണ് മഹ്ശറയിൽ ആളുകൾ വന്നു ചേരുന്നത്. 120ഓളം സഫുകളായിട്ടാണ് മഹ്ശറയിലേക്ക് ആളുകൾ വന്നു ചേരുന്നത്. അറിയണേ, അവിടുന്ന് പരിശുദ്ധ ദീനെ പഠിപ്പിക്കുന്നു. ആ 120ൽ 3 പേരെ മാത്രമാണ് അല്ലാഹു സെലക്ട് ചെയ്യുന്നത്. 120ൽ 3 പേര് മാത്രമാണ് അല്ലാഹു സെലക്ട് ചെയ്യുന്നത്. ബാക്കി 117 പേരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള നരകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ ഒരൽപ്പം ആളുകൾക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓർക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില്ലറ ദിവസമല്ല അവിടെ നിൽക്കേണ്ടി വരുന്നത്. 10,000-കണക്കിന് വർഷങ്ങളോളം മഹ്ശറ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് ആരോടെന്നില്ലാതെ ഓടുകയാ. ആദം നബിയുടെ അടുത്തേക്ക് ഓടുന്നു, മൂസ നബിയുടെ അടുത്തേക്ക് ഓടുന്നു, ഈസ നബിയുടെ അടുത്തേക്ക് ഓടുന്നു, ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് ഓടുന്നു. ഇങ്ങനെ പലരുടെയും അടുക്കലേക്ക് നമ്മൾ ഓടുമ്പോ അവിടെ നമ്മൾക്ക് ആശ്രയമായിട്ട് ആകെ തുണയായിട്ട് സമാധാനമായിട്ട് കടന്നു വരുന്നത് നൂറുൻ അലാ നൂർ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ യാചിക്കുകയാ. പുണ്യ നബിയുടെ അടുത്ത് ചെന്നിട്ട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ യാചിക്കുമ്പോ ആ മഹ്ശറ വൻസഭയിലേക്ക് കടന്നു വരുന്ന ആളുകളെ പറ്റിയിട്ട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇവിടെ ഇതാ 10 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ കോപമുണ്ടാകുന്നതാ. ആ മഹ്ശറ ലോകത്ത് 10 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോപത്തിലായിട്ടുള്ള നോട്ടം അവിടെ അനുഭവപ്പെടുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഖത്ത് മാംസമില്ലാത്തവരായിട്ടവരെ മഹ്ശറയിലൂടെ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്. ആ ഭീകരമായ കരാളമായ മഹ്ശറയിൽ ആർക്കാണ് നബിയെ ഏറ്റവും പ്രയാസമുള്ളത്? ആ പ്രയാസമുള്ള 10 പേരെ ഒന്ന് പറയുമോ നബിയേ? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. വിശദീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഒന്ന് ശൈഖുൻ സാനിൻ, വൃദ്ധനായ വ്യഭിചാരിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ അവർ കടന്നു വരികയാണ്.
ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ വിഭാഗത്തെ പറ്റി പറയാം. വൃദ്ധനായ വ്യഭിചാരിക്കും അശ്റാ ലോകത്ത് രക്ഷയില്ല, അവരെ രക്ഷപ്പെടുന്നതല്ല. സയ്യിദുനാ റസൂലുള്ളാഹ് ഒരു പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പെയൊക്കെ ആണെങ്കിൽ പലരും ഈ ഹദീസൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അത്ഭുതപ്പെട്ടു പോയേനെ. ഇന്നിപ്പോ നമ്മുടെ മുന്നിലൊക്കെ ഇത്തരം വ്യഭിചാരങ്ങള് 60-80 വയസ്സ് കഴിഞ്ഞവർക്കിടയിൽ സാർവത്രികമായിട്ടുണ്ടല്ലോ. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വിഭാഗത്തെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഴിപിഴച്ച ഇമാം പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ പവിത്രമായ വഴികളിലൂടെ സംസ്കാര ബോധത്തോടെ ഈമാനിക ചൈതന്യത്തോടെ കടന്നു പോകേണ്ടതിന് പകരം ജീവിതത്തിലെ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ചെയ്തു കൂട്ടുന്ന ഇമാമുമാർ, അല്ലാഹുവേ ഈ വിഭാഗത്തിലുള്ള ആലിമീങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാവിധ പിഴച്ച വഴികളിൽ നിന്ന് നീ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സമുദായം തിന്മയിലേക്ക് നീങ്ങുകയാണ്. ഉലമാക്കളും ഉമറാക്കളും ഇവിടെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ നൂറ്റാണ്ട് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളും കുറ്റങ്ങളും ഇന്നലകളിൽ ഇത്തരം ആളുകളിൽ അന്യമായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്നതെല്ലാം ലൈവിലൂടെയും അതേപോലെ തന്നെ മറ്റു പല വഴിക്കും ഇന്ന് പ്രത്യക്ഷമായി പ്രകടമായി കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനം ഉറകെ പിടിച്ച് ജീവിക്കാൻ പര്യാപ്തമാകുന്ന അഅ്മാലുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണേ. അതിനായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. ലോകത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കള്ളു മോന്തുന്നവനാണ് അവൻ, കള്ളുകുടിയനാ, അവനിക്ക് അവിടെ രക്ഷയില്ല. രക്ഷപ്പെടുത്താൻ മറ്റൊരാൾക്കും അവിടെ കഴിയുകയുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ അടിമകളാകുന്ന, മയക്കുമരുന്നിന്റെ വാഹകരാകുന്ന, കച്ചവടക്കാരാകുന്ന, ബിസിനസിന്റെ വഴികളിലേക്ക് നീങ്ങുന്നത്, അതേ യൗവനത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാര് മാത്രമല്ല, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 7ലൊക്കെ പഠിക്കുന്ന പിഞ്ചോമനകളടക്കം, അതേ കാലിന്റെ ചോരയുടെ നിറം പോലും മാറാത്ത ചെറിയ മക്കൾ പോലും ഇന്ന് കഞ്ചാവിന്റെ അടിമകളായി മാറുമ്പോ, സുബ്ഹാനല്ലാഹ്, അതുപോലെ മയക്കുമരുന്നിന്റെയും അതേപോലെ തന്നെ കള്ളുകുടിയുടെയും വഴികളിലേക്ക് നീങ്ങുമ്പോ സമുദായത്തിൽ മാന്യന്മാരായ കള്ളുകുടിയന്മാരുണ്ടാകുന്നു. അല്ലെങ്കിൽ അവന്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയുന്ന രൂപത്തിൽ അവൻ കള്ളുകുടിയനായി മാറുന്നു. ഏതോ ആകട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, കള്ളമോന്തുന്ന ആളുകൾക്ക് അവിടെ രക്ഷയില്ല. അഞ്ചാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമതായിട്ട് പഠിപ്പിക്കുന്നു, വഅഖുല്ലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണവര്.
മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവര്, അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ രക്ഷയില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പല ഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്ന മനസ്സുമായി മക്കളുടെ പ്രശ്നം പറഞ്ഞിട്ട്, മക്കളെ ആട്ടി പുറത്താക്കിയ പ്രശ്നം പറഞ്ഞിട്ട്, ഭാര്യ പരിഗണിക്കാത്ത പ്രശ്നം പറഞ്ഞിട്ട്, കുടുംബത്തിൽ ഒരു ആണിന്റെ വിലയില്ലാത്ത രൂപത്തിനായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് പിതാക്കന്മാര് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തളിപ്പറമ്പിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പല പല പിതാക്കളും ഇന്ന് അവരവരുടെ വീടുകളിൽ സങ്കടത്തിനാണ്. പല പല ഉപ്പമാരും കണ്ണീരിലാ. നാട്ടുകാരോട് പറയാൻ പറ്റണില്ല, അയൽവാസികളോട് മക്കൾ ചെയ്യുന്ന ക്രൂരതകളെ പറയാൻ പറ്റണില്ല. അതേപോലെ തന്നെ പള്ളിയിലുള്ളവരോട് പോലും എങ്ങനെയാണ് എന്റെ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു എന്ന്, വീട്ടിലെ പ്രശ്നങ്ങൾ എങ്ങനെയാ മക്കൾ മറ്റുള്ളവരോട് പോയിട്ട് പറയുക, പറയാൻ പോലും കഴിയാതെ ഉള്ളിലൊതുക്കിയിട്ട് ആ വേദനകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ വരാന്തകൾ സമാധാനത്തിന്റെ കേന്ദ്രമായി കണ്ടുകൊണ്ടിരിക്കുന്ന തളിപ്പറമ്പിലെ പല ഉപ്പമാരെയും പല ഉപ്പാപ്പമാരെയും എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുള്ള ഉപ്പയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുള്ള ഉമ്മയുണ്ടെങ്കിൽ, പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് അടിവരയിട്ടുകൊണ്ട് പറയുകയാ, ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ തലേക്കെട്ട് കെട്ടിയിട്ട് ഈ മഹനീയമായ സംരംഭത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് വയല് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ, ഈ പറഞ്ഞ വയലുകളും അതേപോലെ തന്നെ ഈ കേട്ട നിങ്ങളുടെ ഈ നിങ്ങൾ കേട്ടിട്ടുള്ള ഇൽമുകളെല്ലാം ഇതെല്ലാം സ്വായത്തമാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ, ഇത്ര നേരം ഇവിടുന്ന് പറഞ്ഞു പിരിഞ്ഞു പോകുമ്പോ, എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തമില്ലാത്ത രൂപത്തിലാണ് ഞാൻ അങ്ങ് കഴിയുന്നത് എങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഉപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്ത് നോക്കി വേദനിക്കുന്ന ഏതെങ്കിലും ഒരിത്തിരി വാക്ക് പറഞ്ഞ മക്കളുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവന്റെ ഏതേത് സുഹൃതങ്ങളും അല്ലാഹുക്ക് വേണ്ട. ഒരു കൊല്ലമല്ല, ഒരു മാസമല്ല, 2 കൊല്ലമല്ല, 10,000 കണക്കിന് കൊല്ലം ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തന്നാ പോലും സ്വന്തം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങാത്തവരായിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയത് എങ്കിൽ, അല്ലാഹുവിന്റെ പ്രകൃതിയിലെ മാരടമാകുന്ന മണ്ണ് പോലും നിങ്ങളെ സ്വീകരിക്കില്ല കൂട്ടരെ. ആ മണ്ണ് പോലും നിങ്ങളെ സ്വീകരിക്കില്ല പെങ്ങളെ. ആ മണ്ണ് പോലും നിങ്ങളെ സ്വീകരിക്കില്ല രക്ഷിതാക്കളെ. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തമെന്ന് പറയുന്നത് മോനെ, ആഖിറം സമ്പാദിക്കാൻ അത് അനിവാര്യമാണ്. ഈമാനോടെ മരിക്കാൻ അത് അനിവാര്യമാണ്. ഓരോ നേരവും ചെയ്യുന്ന പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കാൻ അത് അനിവാര്യമാണ്. അതില്ലാത്ത കാലത്തോളം മജ്ലിസുൻ നൂർ തങ്ങൾ വന്നിട്ടില്ല. ഇനി ഇവിടെ മലക്ക് വന്ന് ദുആ ചെയ്താലും ഉപ്പാനും ഉമ്മാനും വേദനിപ്പിക്കുന്ന മക്കളുള്ളിടത്ത് അല്ലാഹു അവിടെ ഖബൂലിയത്ത് തരൂല. അറിയണേ, ചില ഉപ്പമാര് വന്ന് നമ്മളോട് സങ്കടം പറയുമ്പോ വളരെയേറെ സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ എങ്ങനെ ഓർത്തു പോകുന്നു. ഒരു ദിവസം വയല് കഴിഞ്ഞിട്ട്, പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ 3 മണിക്ക് ഇങ്ങനെ കയറി വരുമ്പോ, ഡ്രൈവറെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ എന്റെ റൂമിന്റെ ഭാഗത്തേക്ക് ഒരു ഓരത്തിലൂടെ എന്റെ റൂമിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ 3 മണിയാ സമയം 3 മണി. ഞാനിങ്ങനെ അതിന്റെ ചെറിയ ഗേറ്റ് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോകുമ്പോ അല്ലാഹ് എന്നുള്ള ഇങ്ങനെ ഒരു വിളി കേൾക്കണം. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഞാൻ എന്ത് ചെയ്തു, അതുവരെ ഞാൻ മൊബൈലിൽ ലൈറ്റ് കത്തിച്ചില്ല. ഞാൻ അതൊന്ന് മൊബൈൽ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തു. എന്നിട്ട് പരിസരമൊക്കെ നോക്കുമ്പോ പള്ളിയുടെ വരാന്തയിൽ ഒരു വയോധികൻ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ കിടക്കുകയാണ്. കയ്യിന്റെയും ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കുകയാണ്. കൊതുക് വന്നിട്ട് സമ്മേളനം നടത്തുകയാണ്. അയാളിങ്ങനെ ആ ചൊറിച്ചല് പാതിരാ നേരത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, അല്ലാഹ് അല്ലാഹ്. ആ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് അന്ന് രാത്രി ആ റൂമിൽ ചെന്ന് കടന്നിട്ടും മര്യാദക്ക് ഉറക്കം വന്നിട്ടില്ല. ആ
അന്ന് ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ദേഷ്യം പിടിച്ചിട്ടുണ്ട് കുട്ടികളോട്. കാരണം ആ ഉപ്പ അവിടെ നിന്ന് അനുഭവിക്കുന്ന രാത്രി സമയത്ത് കടന്നിട്ട് അനുഭവിക്കുന്ന വേദന കണ്ടപ്പോ കുടുംബത്തെ അന്വേഷിച്ചു നോക്കുമ്പോ മാന്യമായ കുടുംബം തന്നെയാണ്. പറഞ്ഞിട്ടെന്താ വേണ്ടത്? ആ കുടുംബത്തിന് ഈ ഉപ്പാനെ വേണ്ട. ഒരു സമയത്ത് ആ ഉപ്പാന്റെ ഒരു നേരത്തുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടിയ കാശിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് അതുകൊണ്ട് വാങ്ങിയ ഏതെങ്കിലും ഭക്ഷണം കൊണ്ട് ഈ മക്കളെ വിശപ്പടക്കിയിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു ഇത്തിരി മിഠായി എങ്കിലും ആ പിതാവ് കൊടുത്തിട്ട് കാണും. അങ്ങനെയുള്ള പിതാവിനെ വയോധികനായി പ്രായമെത്തിയപ്പോ ഉപ്പ പറയുന്നതൊക്കെ ഇന്ന് എല്ലാവർക്കും ഭ്രാന്തായി മാറി. ഉപ്പാക്ക് ഭ്രാന്തായി വയസ്സാവുമ്പോ ഉപ്പ പറയുന്നതൊക്കെ ബഗിടായി മാറി. ഉപ്പാക്ക് സുഖമില്ലാത്ത സംസാരമായി മാറി. ഉപ്പാനെ കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നാൻ തുടങ്ങി. ആളുകളെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കാൻ കഴിയില്ല, എന്റെ ഉപ്പയാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടായി. ആലോചിക്കണം നിങ്ങള്, പുയ്യാപ്പിള വരുമ്പോ പുയ്യാപ്പിളുടെ മുമ്പിൽ പോലും ഉപ്പാനെ നിർത്താൻ വീട്ടിലുള്ള മക്കൾക്ക് നാണമായി, മടിയായി. ഈ പിതാവിന്റെ ചോരയാണ് ജീവിക്കുന്നത്. ഈ പിതാവിന്റെ ദാനമാണ് അവിടെ ജീവിക്കുന്ന മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഏതെങ്കിലും ഒരു സെക്കൻഡ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് ഉപ്പ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കാല് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നോ, അവര് തിരിച്ചു വന്ന് നിങ്ങളോട് സന്തോഷത്തോടെ പൊരുത്തത്തോടെ കഴിയാത്ത കാലങ്ങളോളം ആ വീടുകളിൽ റഹ്മത്തിന്റെ മലായികീങ്ങൾ ഇറങ്ങൂല. ആ വീട്ടിലേത് നേരവും അദാബ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. സയ്യിദുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ വേദനിപ്പിക്കുന്ന മക്കളില്ലേ? ഇന്ന് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന് ഫാറൂഖ് പന്നിയൂർ, യാ അല്ലാഹ്, ഉച്ചനേരത്തിന്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോസ് ഷെയർ ചെയ്തോ. ഞാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണ് നിറയാതെ നമ്മൾക്ക് ആ വീഡിയോസ് നോക്കി അവസാനിപ്പിക്കാൻ കഴിയില്ല. പത്രം വിറ്റിട്ടും പാല് വിറ്റിട്ടും 50 കൊല്ലത്തോളം അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വീടുണ്ടാക്കിയിട്ട് മക്കളുമായിട്ട് സുഖത്തോടെ കഴിയുന്നതിനിടയിൽ ഉമ്മ ഒരു ഭാഗത്തെ ചെറിയ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ട് സൈഡായി എന്ന് തോന്നുമ്പോ ഉമ്മാന്റെ അധ്വാനത്തിന് വില പറഞ്ഞു മക്കള് കടന്നു വരികയാ. 50 കൊല്ലങ്ങളോളം പത്രം വിറ്റും പാല് കൊടുത്തിട്ടും അതേ കാശുണ്ടാക്കിയിട്ട് അവിടുന്ന് സ്വരൂപിച്ചു വെച്ചിട്ട് അതിലൂടെ ഉണ്ടാക്കിയ ആ വീടിന് അവകാശം പറഞ്ഞു മക്കള് വന്നിട്ട് വാശി പിടിക്കുന്നു, തർക്കിക്കുന്നു. എന്തിനേറെ പറയണം എന്റെ പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ട് ഉമ്മയെ മനോരോഗിയാക്കിയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് പോലും മക്കള് വാങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പുകൾ നടത്തുന്ന ഏത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്നവരെല്ലാ വിഭാഗത്തിലും ഉണ്ടാകുമല്ലോ. അതുപോലെ തട്ടിപ്പ് നടത്തുന്നവരാകാം. മക്കളെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവിടെ ഒരു ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് ഈ ഉമ്മാന്റെ കയ്യും കാലും മക്കള് കൂട്ടിപ്പിടിച്ചിട്ട് ഉമ്മാന്റെ ആങ്ങളമാരും ചേർന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ആ ഉമ്മയെ നിലത്ത് കിടത്തിയിട്ട് അതേ മുളകും അതേപോലെ തന്നെ മഞ്ഞളും ചേർത്ത് കലക്കിയ വെള്ളം കൊണ്ട് ആ ഉമ്മാന്റെ മുഖത്തൊഴിക്കുന്നു. ഉമ്മയോട് സ്വത്തിന് ആവശ്യപ്പെടുന്നു. ഈ സമുദായം ഇതുപോലെ ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവണതകളുമായിട്ടിരിക്കുന്ന കാലങ്ങളോളം കേരളത്തിൽ ഇതുപോലെയുള്ള പ്രളയങ്ങൾ മാത്രമല്ല വരിക, ഈ ദുനിയാഭാഗമോനം നശിക്കുന്ന രൂപത്തിലുള്ള താങ്ങാൻ കഴിയാത്ത അദാബുകൾ ഉമ്മയെ വേദനിപ്പിക്കുന്ന മക്കളുള്ളടത്ത് വരാതിരിക്കില്ല കൂട്ടരെ. കുടുംബത്തിൽ ഉമ്മയെയും ഉപ്പയെയും ആദരിക്കാത്ത മക്കളുള്ളിടത്തോളം അല്ലാഹുവിന്റെ അദാബ് അവിടെ ഇറങ്ങാതിരിക്കൂല. ഇവരാഖിറത്തില് മാത്രമല്ല നഷ്ടപ്പെടുന്നവര്. അറിയണേ പെങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് എത്ര മക്കളെ തന്നിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ സമ്പാദ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതാണെന്നറിയുമോ? ഹൈവേയിലുള്ള വലിയ ടവറുകളല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലുള്ള റിയൽ
റിയൽ എസ്റ്റേറ്റുകളല്ല. വീടിന്റെ അകത്തളങ്ങളിൽ 5 നേരം നിസ്കരിച്ചിട്ട് തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചിട്ടൊരു മുസല്ലയിൽ ചുരണ്ട് കിടക്കുന്ന ഉമ്മയും ഉപ്പയും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും വലിയ സമ്പാദ്യം അവരാ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ പറയുകയാ, ഈ മാതാപിതാക്കളെ വേദനിപ്പിച്ചവര് അവരാഖിറത്തിൽ രക്ഷപ്പെടുകയില്ല, ആഖിറത്തിൽ രക്ഷപ്പെടുകയില്ല. അടുത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ മാശി ബിൻ നമീമ, നമീമത്തുമായിട്ട് നടക്കുന്ന ആളുകളാ അവരേഷണിക്കാരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, നാടുകളിൽ ഫിത്നകൾ ഉണ്ടാക്കുന്നവരാ. അങ്ങനെയുള്ള ആളുകള് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. വശാഹിദുസ്സൂർ, കള്ളസാക്ഷി പറഞ്ഞവരും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വമാനിഉസ് സകാത്ത് കൊടുക്കാത്തവരും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വആകിലുർ റിബാ, പലിശ തിന്നുന്നവരും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വളാലിമുൻ, അക്രമിയും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വതാരിഖു സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവനും ആഖിറത്തിൽ രക്ഷപ്പെടൂല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ഇത്തരം ആളുകളെ പഠിപ്പിച്ചു തരുമ്പോ അറിയണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഭയവിഹ്വലമായ മഹ്ശറ ലോകത്ത് 3 ആളുകൾക്ക് അവിടെ അർശിന്റെ തണൽ അല്ലാഹു നൽകുന്നുണ്ട്. 3 പേർക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് വിശിഷ്ടരായ ആളുകളാണ്. ഈ 3 ആളുകളെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. തങ്ങളെ നിർത്തിയിട്ട് ഞാൻ ഇരുത്തിയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ടൈം തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്തിന് ഞാൻ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്.